ജൻസികളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ആർ.എസ്.എസ് മേധാവി മോഹൻ ഭഗവത്. 2000-ഓളം ജൻസികളെയാണ് സംവാദത്തിനായി ആർ.എസ്.എസ് തലവൻ വിളിച്ചിട്ടുള്ളത്. ജൻസികൾ ഇത്രയധികം ജൻസികളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇനിയിപ്പോൾ ജൻസി ഒരു കലാപം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, അത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശമാണോ ഇതില്? അല്ല, അതൊന്നും അല്ല. അതില് ജെൻസി എന്നുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. യുവാക്കളും വിദ്യാർത്ഥികളും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഇന്നലെ കണ്ട് മഹാരാഷ്ട്രയിലിട്ട് ഒരു പൊതു ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഇപ്പോഴത്തെ യുവജനങ്ങള് അല്ലെങ്കിൽ വിദ്യാർത്ഥികള് അവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം. ഒബീഡിയൻസ് മാത്രം അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഒബീഡിയൻസ് മാത്രമായിട്ട് അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് മാറിയ പശ്ചാത്തലത്തിൽ. നമ്മൾ ജീവിക്കണ ഇപ്പൊ ഞാനൊക്കെ ജീവിച്ച ചുറ്റുപാടിലല്ലല്ലോ പുതിയ തലമുറ ഇപ്പൊ അതിനെ പോലെയുള്ള ആൾക്കാർ ജീവിക്കണേ. ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടികളും യുവാക്കളൊക്കെ ആയിരുന്ന സമയത്തൊന്നും ഈ ആധുനിക സൗകര്യങ്ങൾ, അതായത് മൊബൈൽ ഫോണോ ഈ വാട്സപ്പോ മെസ്സഞ്ചറോ അതല്ലെങ്കിൽ ഇമെയിലോ സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളോ പോർട്ടലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് അച്ഛനും അമ്മയും എന്താ പറയണെന്ന് വെച്ചാൽ അത് ഒരു എന്താ ഏകാധിപത്യ ശൈലിയിൽ അവര് പറയണ അനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ച് ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്വാതന്ത്ര്യമോ അതല്ലെങ്കിൽ ഒരു മാനസിക വളർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് അവര് കണ്ടമാനം പുസ്തകങ്ങളെല്ലാം വായിക്കുന്നു, വളരെയധികം സിനിമകൾ കാണുന്നു, വിദേശ സിനിമകൾ കാണുന്നു, രാജ്യത്ത് തന്നെ ഉണ്ടാക്കുന്ന പല സിനിമകളും കാണുന്നു പല വിഷയത്തെ കുറിച്ച്. അപ്പൊ അവരുടെ അറിവ് നമ്മൾ പഴയ തലമുറയിൽ നിന്നൊക്കെ എത്രയോ മടങ്ങ് മുന്നോട്ട് പോയിരിക്കുന്നു. അവര് നാച്ചുറലി അവർക്ക് അവരുടേതായ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് തീർത്തു കൊടുക്കുക. അതല്ലെങ്കിൽ ആ സംശയങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് സംസാരിക്കുക. ഒരു എന്താ ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കാതെ, ഡിക്റ്റേഷൻസ് മാത്രം കൊടുക്കാതെ, ലെറ്റ് us summon them for debates or let us summon them for discussion. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വിദ്യാർത്ഥികളെ ഈ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അതിനകത്ത് ഈ ജൻസിന്നോ അതല്ലെങ്കിൽ പാറ്റാന്നോ പൂച്ചാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവര് ഈ ഒരു പുതിയ മാറിയ പശ്ചാത്തലത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ നല്ല ഒരു എന്താ ഇൻവോൾവ്മെന്റ് വേണം. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കണം, ആശയവിനിമയം നടക്കണം. ഓരോ വിഷയത്തെ കുറിച്ചിട്ട് മൊബൈൽ ഫോണും അതൊന്നും ഇല്ലാത്തത് തന്നെ നേരിട്ടുള്ള ആശയവിനിമയം നടക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പത്രക്കാരനല്ലേ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിൽ എഴുതും. അതെ, പാറ്റേനെ വിളിച്ചു, പൂച്ചേനെ വിളിച്ചു, ഈ ഡൽഹിയിലെ കലാപത്തിന് തുടർന്ന് അവർ പേടിച്ചു, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ളൊരു മൂവ്മെന്റ് ആണിത് എന്നൊക്കെ പറഞ്ഞ് വാർത്ത എന്തുവേണമെങ്കിലും എഴുതാമല്ലോ. അതാണ് കാര്യം, അതല്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വർഷത്തിന്റെ പ്രത്യേകത RSSന്റെ സെന്റിനറി വർഷമാണ്. 100 വർഷം കംപ്ലീറ്റ് ചെയ്ത് ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ ഈ RSS മേധാവി ഡോക്ടർ മോഹൻ ഭഗവത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും പലരുമായിട്ട് സംവാദം നടത്താറുണ്ട്. ഇപ്പൊ ഡൽഹിയിൽ തന്നെ 3-4 തവണ അദ്ദേഹം പലരുമായിട്ട്, വിദേശ നയതന്ത്രജ്ഞന്മാരുമായിട്ടും വിദേശ ഡിപ്ലോമാറ്റിക് കോറിലുള്ളവരായിട്ടും വിദേശ പത്രപ്രവർത്തകരായിട്ടും അതുപോലെ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അദ്ദേഹം ചർച്ച നടത്തി അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. അപ്പൊ അതേപോലെ സമൂഹത്തിലെ പല മേഖലകളിലുള്ള ആൾക്കാരുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായിരിക്കാം പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇത് ഒരു എല്ലാ ജനങ്ങളുമായിട്ടും ആശയവിനിമയം നടത്തി RSS എന്താണ്, RSSന്റെ ലക്ഷ്യം എന്താണ്, RSSന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ജനങ്ങളെ ധരിപ്പിച്ചു കൊടുക്കുക. അതായിരിക്കാം അദ്ദേഹത്തിന്റെ ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ ക്ഷണിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം. ഇപ്പൊ നമ്മളെ ഈ വീട്ടിലെ അച്ഛനും അമ്മയും കുട്ടികളെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള സംഗതി വളരെയധികം നാളുകളായി കേൾക്കുന്നതാണ്. ഇപ്പൊ നാള്
RSSന്റെ മുൻ മേധാവി ഉണ്ടായിരുന്നു ഡോക്ടർ സുദർശൻ. അപ്പൊ ഡോക്ടർ സുദർശൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അച്ഛനും അമ്മയും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടത്ര കൺസേൺ, വേണ്ടത്ര ഒരു അറ്റൻഷൻ ലഭിക്കില്ല. അത് അവരെ മാനസികമായിട്ട് തളർത്തും. അവർക്ക് ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ അമ്മയുടെയും കൺസേൺസ്, അവരുടെ അറ്റൻഷൻ വേണ്ട സമയത്തിലാണ് ഇരു കൂട്ടരും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണം, രണ്ടു കൂട്ടരും ജോലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോണം. അതല്ലെങ്കിൽ ഒരാള് കുട്ടികൾ വളർന്നു വരുന്നത് വരെ, പ്രായപൂർത്തിയാവുന്നത് വരെ അവരെപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടാവണം. പ്രത്യേകിച്ച് അമ്മമാരായിരിക്കും കുറെ കൂടി നല്ലത്. കാരണം ഈ അമ്മമാർക്കാണല്ലോ കുട്ടികളെ ഏറ്റവും കൂടുതൽ പരിചരിക്കാനും സ്നേഹിക്കാനും അവരുമായിട്ട് ആശയവിനിമയം നടത്താനായിട്ടുള്ള കഴിവുള്ളത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇവിടുത്തെ മാർക്സിസ്റ്റ് നേതാവ് ഒരു വനിത അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. സ്ത്രീ മറ്റേ മെയിൽ ഷോവിനിസ്റ്റിന്റെ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ കുഴപ്പമില്ല, അദ്ദേഹം എന്ത് പറഞ്ഞാലും RSSകാർ എന്ത് പറഞ്ഞാലും മാർക്സിസ്റ്റുകാർ അപ്പൊ അതിനെ വേണ്ടാത്ത വ്യാഖ്യാനം കൊടുത്ത് ആക്ഷേപിക്കാനേ നോക്കുള്ളൂ. ഈ എന്താ പറയുന്ന ബ്രിട്ടാസിനെ പോലെയൊക്കെയുള്ള ആൾക്കാരല്ലേ, വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരുപക്ഷെ SFIക്കാരൊക്കെ കുറച്ചുപേര് ആ മീറ്റിങ്ങിൽ പോവുകയാണെങ്കിൽ അവർക്ക് ലോകത്തെ കുറിച്ചിട്ടുള്ള അവരുടെ ഔട്ട്ലുക്ക് തന്നെ മാറിക്കിട്ടും. അത് അതിനവര് സമ്മതിക്കോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അനുമതി കിട്ടുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എല്ലാ വിദ്യാർത്ഥികളെയാണല്ലോ ക്ഷണിച്ചിട്ടുള്ളത്. ചോദ്യം ചോദിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ. അതുകൊണ്ട് ഈ ഏജ് കാറ്റഗറി വെച്ചിട്ടാണ് ഈ മീഡിയാസ് ഒക്കെ ജെൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് പോലും. അത് ഒരു കാര്യമുണ്ട്, ജെൻസി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പത്രക്കാര് പറഞ്ഞിട്ടുണ്ടാക്കണല്ല. അങ്ങനെ ഒരു സി ഒന്നും ഇല്ല, ജെൻസിയും ഒന്നുമില്ല. ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ കണ്ടു, ഈ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു അയാൾക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അയാൾക്ക് ഇലക്ഷൻ കമ്മീഷനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അയാൾക്ക് എല്ലാത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അയാളിലും കൂടി വിശ്വാസമില്ല. അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും കലാപം ഉണ്ടാക്കാൻ പോവാന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ അയാള് പിന്നെ കാര്യമാക്കണ്ട, 10-35 വയസ്സായി, മുതുക്കനായി അയാള്. എന്നാലും എന്താ പറയണ, അയാളിങ്ങനെ പറയുമ്പോ ഇതാണ് അയാള് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണേ. അപ്പൊ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഹെൽപ്പ് ചെയ്യും. അത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ എന്താ ജെൻസി എന്നൊന്നും പറഞ്ഞിട്ട് ഒന്നും വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വാർത്ത കണ്ടപ്പോ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. യുവാക്കളും വിദ്യാർത്ഥിനികളും അവര് 2000 പേരെയും കണ്ടിട്ടേ വിളിച്ചിരിക്കണെന്ന് തോന്നുന്നു. മുംബൈയിലേക്ക്. അത് അവരെത്ര പേര് പോകുമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോ എല്ലാവരും കൂടുതൽ ആൾക്കാരുണ്ടാവുമായിരിക്കും. അത് RSSന്റേതായ ശൈലിയിലുള്ള ഒരു സംവാദമായിരിക്കും അത് നടത്താൻ പോണവരവിടെ. നല്ല കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയിലെ പിള്ളേർക്ക് കോടതിയിലും വിശ്വാസമില്ല, പിന്നെ ഇലക്ഷൻ കമ്മീഷനിലും വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല എന്നൊക്കെ പറയുമ്പോ അപ്പൊ അവരുടെ ഉദ്ദേശം വേറെ പലതുമാണ്. എന്നിട്ട് അവർക്കെതിരായിട്ട് കേസും ഫയൽ ചെയ്തിട്ടുണ്ട് പലയിടത്തും. ഈ എന്താ ലൈംഗിക പീഡനത്തിനും ഇതിനൊക്കെ ആയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താ അവരുടെ പ്രശ്നം എന്ന് പറയില്ല. രാഷ്ട്രീയത്തിൽ അവർക്ക് വിശ്വാസമില്ല, മാധ്യമങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല, അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസം. അത് കുറെ നാളായി പറഞ്ഞു തുടങ്ങിയിട്ട്. ഇങ്ങനെ ക്ഷീരബല്ല 101 ആവർത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇവർക്കൊരു നേതാവുണ്ട്, ലീഡർ ഓഫ് പട്ടായ എന്ന് പറയുന്ന ആള്. അപ്പൊ അയാൾക്കും ഒന്നിലും വിശ്വാസമില്ല, അയാൾക്ക് സ്വയം വിശ്വാസമില്ല. ഈ എവിടെ പോയാലും 2 കൈയും പാൻസിന്റെ പോക്കറ്റിൽ കൊണ്ട് നടക്കാൻ അയാൾക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. പിന്നെ ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്പീക്കറെയും ആളുകളെയൊക്കെ ചീത്ത വിളിക്കും, പ്രാവും. ഇതൊക്കെയാണ് അയാളുടെ ഇത്. അപ്പൊ ഇതല്ലേ കുട്ടികൾ കാണുന്ന മുഴുവൻ. അപ്പൊ അവരുടെ ധാരണ ഇത് ഒന്നും ശരിയാവില്ല ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഈ മധ്യവയസ്കൻ അല്ലെങ്കിൽ 57കാരനായ യുവാവ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണെന്ന് അവർക്ക് തോന്നും. ഇത് ക്ലാരിഫിക്കേഷൻ ഈ സംവാദത്തിൽ നിന്ന് കിട്ടുകയാണ് അത്രയും നല്ലതെന്നാണ് നമ്മൾ കരുതേണ്ടത്. ഈ ഭയപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംവാദത്തിന് വിളിക്കുന്നത്. ഇതിന് മറ്റൊരു വിമർശനം അങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് അതെനിക്ക് അവർ ആരെ ഭയപ്പെടുന്നു, നല്ല കാര്യേ. അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. അത് കഴിഞ്ഞില്ല, രാം ജന്മഭൂമി പ്രശ്നം ഉണ്ടായപ്പോ അപ്പോഴും നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. അവര് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേക ഫങ്ഷനിങ് സ്റ്റൈൽ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. മറ്റുള്ള സംഘടനകളെ പോലെ അല്ല.
അതുകൊണ്ട് തന്നെയാണ് അവർ ഈ 100 വർഷമായിട്ടും ഇതുവരെ എന്താ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോവാതിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എത്ര എണ്ണമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്? CPIM, CPIA, CPIB, CPI മാവോയിസ്റ്റ്, CPI ലെനിനിസ്റ്റ്, CPI ബിനോയ് വിശ്വം, CPI ദിവാകരൻ, അങ്ങനെ എത്രയോ പാർട്ടികളുണ്ട്. ഇപ്പൊ കോൺഗ്രസ് തന്നെ എന്തോരം കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് എത്ര എണ്ണം ഉണ്ട്? മാണി, ജോസഫ്, വർഗീസ്, കുട്ടിത്തോമൻ, തോമാച്ചൻ, കല്യാണി, മത്തായി എന്നൊക്കെ പറഞ്ഞ കുറെ പാർട്ടികളല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസിൻറ്റിഗ്രേഷൻ നടന്നു പോണത്? അപ്പൊ അതൊന്നും അവര് അങ്ങനെ ഭയപ്പെട്ടിട്ടൊന്നുമല്ല. അവർക്ക് എന്തിനു ഭയപ്പെടേണ്ട ആവശ്യം? അവർ ഈ അവരുടെ ഒരു പ്രത്യേകത, അവർക്ക് അതിനുള്ളിലുള്ളവർക്ക് ആർക്കും എന്താ പറയണ, ജീവിതത്തിൽ സ്വന്തമായിട്ട് അംബീഷനോ ഒന്നുമില്ല. രാഷ്ട്ര നിർമ്മാണത്തിൽ അവരെ കൊണ്ടാകാവുന്ന ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് അവര് ഉദ്ദേശിക്കണത്. ഇപ്പോ ഒരു ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു. RSS മേധാവിയും വിദേശത്ത് നിന്നുള്ള കുറെ ആൾക്കാർ, വിദേശത്തും ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഒരു സമ്മേളനം ഡൽഹിയിൽ നടക്കുക. അപ്പൊ അതിലൊരാൾ എഴുന്നേറ്റ് ചോദിച്ചു, എനിക്ക് RSSൽ അംഗമാവണം, ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ RSSന്റെ ശാഖയിൽ പോവുക, സ്ഥിരമായിട്ട് അടുത്തുള്ള RSSന്റെ ശാഖയിൽ പോവുക, അവര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. അത് മാത്രം പ്രതീക്ഷിക്കരുത്, ഒന്നും കിട്ടില്ല, ചിലപ്പോൾ കയ്യിലുള്ള കാശ് പോകാനാ സാധ്യത. ദയവേത് എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷ ഇങ്ങോട്ട് വരണ്ട. ഇങ്ങനെ പറയണം നിശ്ചയിക്കുന്നത്. RSS മേധാവിക്ക് മാത്രമേ പറ്റുള്ളൂ അത് പറയാനായിട്ട്. കയ്യിൽ കാശ് പോകുകയാണെങ്കിൽ ഉള്ളത് കൂടി പോകും വേണ്ടെങ്കിൽ. അപ്പൊ അതൊന്നും നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തിനും ഭയപ്പെടണം ജീവിതത്തിൽ. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ആർമിയിൽ ചേരുന്നുണ്ട്, സൈനിക ഉദ്യോഗസ്ഥനായിട്ടും സൈനികനായിട്ടും ഒക്കെ. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നമ്മൾ ചേരണ അതിനകത്ത്? എനിക്ക് ബോണസും അതും ഇതും കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണോ ചേരണേ? ഒന്നുമല്ലല്ലോ. ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എല്ലാവരും അക്കാലത്ത് 1947 മുമ്പ്. അവരൊക്കെ എന്ത് പ്രതീക്ഷിച്ചിട്ടാ? ബോണസും അരിയേഴ്സും ഗ്രാറ്റുവിറ്റി ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണോ ചേർന്നത്? ഒന്നുമില്ല. ഒരു കാസ്, രാജ്യത്തെ സ്വതന്ത്രമാക്കുക, ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന്, അവരുടെ കൊളോണിയൽ മാസ്റ്റേഴ്സിൽ നിന്ന് ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കുക എന്നുള്ള ഒരു മിനിമം ഉദ്ദേശം അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം വിളിച്ച ഒരു സംവാദത്തിന് വിജയിക്കാനുള്ള ഒരു സാധ്യതയാവുമല്ലേ? അല്ല, അത് സംവാദം ഒരു മത്സരമല്ലല്ലോ. RSSനെ കുറിച്ച് ഇവർക്ക് ഈ വരുന്ന ആൾക്കാർക്ക് RSSനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട്, RSSനെ കുറിച്ച് എന്തെങ്കിലും വിമർശനമുണ്ട്, അത് അവർക്ക് ചോദിക്കാം. അപ്പൊ അവര് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുമെല്ലാം. അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് ഇതൊരു മത്സരമൊന്നുമല്ല തോൽവിയും ജയവും ഉണ്ടാവാനായിട്ട്. ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കെതിരെയും ജയിക്കാനും വേണ്ടിയിട്ടും അല്ല അവര് ശ്രമിക്കുന്നത്. അവര് RSSനെ, ഞാൻ പറഞ്ഞില്ല, അവര് 100ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. അപ്പൊ അവരൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം അതിനു വേണ്ടിയിട്ടാണ് പോയത്, ഈ കുട്ടികളെ വിളിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ BJPക്കാര് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തിയ പോലെ ആവില്ലല്ലോ. BJPക്കാര് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന് അരമനകളിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ആദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? സംവരണം കിട്ടുമോ? ഞങ്ങളുടെ ആൾക്കാരെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യോ? ഞങ്ങളുടെ ആൾക്കാരെ വക്കീലന്മാരായിട്ടും ജഡ്ജിമാരായിട്ട് അപ്പോയിന്റ് ചെയ്യോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് തോൽവിയും ജയവും പരാജയവും ഒക്കെ ഉണ്ടാവുന്നത്. ഇത് മുഴുവനും ഈ പള്ളിയിലെ അച്ഛന്മാരല്ലേ, അവർക്ക് എന്ത് കിട്ടിയാലും കാശ് ചില്ലറ കിട്ടുന്നിടത്ത് മാത്രമേ അവർക്ക് നോട്ടുള്ളൂ. അപ്പൊ ഇത് അങ്ങനെയുള്ളൊരു വേദിയല്ല ഇതൊരു സംവാദം നടത്തുക എന്ന് പറഞ്ഞാൽ സർസംഘ ചാലകന്റെ അടുത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതിന് അദ്ദേഹം മറുപടി നൽകും. ദാറ്റ്സ് ഓൾ. രാഷ്ട്രഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികൾക്കും കൂടെ ഉള്ള ഒരു സംവാദ സദസ്. അതെ, ഇതൊരു പുതിയ സംഭവം ഒന്നും അല്ല കേട്ടോ. ഇതുപോലെ സംവാദങ്ങൾ പലപ്പോഴും RSSകാര് ഇങ്ങനെ ഔട്ട്റീച്ച് പ്രോഗ്രാം, അതല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാം, അതല്ലെങ്കിൽ ജനങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്ന പ്രോഗ്രാംസ് RSS സംഘടിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.